ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നിവിടെ വന്നിരിക്കുന്ന ഒരു റെസിപ്പിയുമായിട്ട് വെറൈറ്റി റെസിപ്പിയാണ്, അതും ബീഫ് കൊണ്ട് എങ്ങനെ ചേപ്പൻ ഉണ്ടാക്കാമെന്നാണ്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത് അത് ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. അതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. ചെറിയ ഉള്ളി 1 കപ്പ്, ഉണക്കമുളക് ചെറുതായി അരിഞ്ഞത്, അതുപോലെ തേങ്ങാക്കൊത്തും ചെറുതായി അരിഞ്ഞ് വെച്ചത്. നമുക്ക് ഇനി ബീഫും 1 കിലോ ബീഫ് ഞാനിതിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ഉണക്കമുളകും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഞാൻ ഇതിലേക്ക് നല്ല പഴുത്ത തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായി വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം. എല്ലാം മിക്സ് ചെയ്തെടുക്കണം. നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ചേപ്പൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ചേപ്പൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും ഉച്ചക്ക് ലഞ്ചിനും രാത്രി ഡിന്നറിനെല്ലാം കഴിക്കാവുന്നതാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് ഞാൻ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നത്.